ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പരിശുദ്ധാത്മാവ് പകരുന്ന കർത്താവിൻ്റെ ശബ്ദം ആഴത്തിൽ പതിയും. ജീവിതത്തിൻ്റെ മേഖലകളിൽ വലിയ പ്രത്യാശ ഉടലെടുക്കുന്ന വലിയ ആഴമായ വിശ്വാസം വെളിപ്പെട്ടു വരുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ദൂതും ഹൃദയത്തെ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 22 സങ്കീർത്തനം 1 വാക്യം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തന ഭാഗമാണ് 22 സങ്കീർത്തനം, ദാവീദിൻ്റെ സങ്കീർത്തനം. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരനുഭവം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, ഉപവാസമെടുത്തു, കണ്ണുനീരൊഴുക്കി. ആ തലത്തിൽ ഇന്നും ഒരു ചലനമുണ്ടായിട്ടില്ല. ആ സ്ഥിതിക്ക് ഒരു മാറ്റമുണ്ടായിട്ടില്ല. ഇന്നും ആ അവസ്ഥ അതിൽ തന്നെ തുടരുന്നു. അത് നിമിത്തം പ്രതീക്ഷ നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ പൈതലേ, യാഥാർത്ഥ്യമല്ലേ പരിശുദ്ധാത്മാവിൻ്റെ ദൂത്? പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്, പരിശുദ്ധാത്മാവിന് ഇടപെടാനുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പലരും എന്നെ കൈവിടുമെന്ന് അറിയാം. അടുത്ത് നിൽക്കുന്നവർ കൈവിടുമെന്നറിയാം, ചേർന്ന് നിൽക്കുന്നവർ കൈവിടുമെന്നറിയാം, സ്നേഹിതർ കൈവിടുമെന്നറിയാം, അവർ മറക്കുമെന്നറിയാം, ബന്ധുമിത്രാദികൾ മറക്കുമെന്നറിയാം. പക്ഷേ സങ്കീർത്തനക്കാരൻ്റെ വാക്ക് കേട്ടോ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടതെന്ത്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ മനോദുഃഖം സങ്കീർത്തനക്കാരൻ്റെ അകത്തളങ്ങളിലില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തോട് ഈ ദൂത് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇന്ന് ഹൃദയം തകർന്നിരിക്കുന്ന, ഹൃദയം ഉടഞ്ഞിരിക്കുന്ന, ഹൃദയമായിരിക്കുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതിത. കർത്താവ് കൈവിട്ടു എന്നൊരു ചിന്താഭാരമാണോ? ആ വിഷയം ഇന്നും നടക്കാത്തതുകൊണ്ട്, അതിൻ്റെ ഒരു ചലനം കാണാത്തതുകൊണ്ട്, വിഷയത്തിനൊരു മറുപടി ലഭിക്കാത്തതുകൊണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് ഇടപെടുക. ദൈവം ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന വാഗ്ദാനം, എന്ന വിലയേറിയ ദൂത് സ്വർഗം ഇന്ന് ഇടപെടുക. ദൈവത്തിൻ്റെ പൈതലേ, അത് പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമല്ല. കാരണം ആ വിഷയത്തിൽ കാലതാമസം നേരിട്ടു, ആ വിഷയം വൈകി, എന്നാലും അതിനകത്തളങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കൈവിട്ട വാഗ്ദത്വമല്ലത്, ദൈവം മറന്നു കളഞ്ഞ വാഗ്ദത്വമല്ലത്, ദൈവം ഇനി പ്രവർത്തിക്കത്തില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്ന വാഗ്ദത്വമല്ല എന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഇന്നും അതിന് ജീവനുണ്ട്. ഇന്നും ആ വാഗ്ദത്തങ്ങളിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ ആലോചന വിഷയത്തിലുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കുക ഇന്നും ഹൃദയത്തിൽ മനസ്സുണ്ട്. കർത്താവ് ചെയ്യുമെന്ന്, ദൈവം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബങ്ങളോട്, ഹൃദയങ്ങളോട്, തലമുറകളോട് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവം കൈവിടത്തില്ല. ആരൊക്കെ കൈവിട്ടാലും, ലോകം മുഴുവൻ കൈവിട്ടാലും, അടുത്തും ചാർച്ചക്കാരും ദൈവത്തിൻ്റെ പൈതലേ, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ മറന്നു കളഞ്ഞാലും പരിശുദ്ധാത്മ പറയുന്നു, ദൈവം കൈവിടത്തില്ല.
കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എന്നെ രക്ഷിക്കാതെ, എന്നെ വിടുവിക്കാതെ, എന്നെ സഹായിക്കാതെ. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം ഹൃദയം നുറുങ്ങുന്നുണ്ടല്ലോ, ഇപ്രകാരം ഹൃദയത്തിന് മടുപ്പ് അനുഭവപ്പെടുന്നില്ലേ? ഒരു രക്ഷ കാണാത്തതുകൊണ്ട്, ഒരു വിടുതൽ കാണാത്തതുകൊണ്ട്, ഒരു ഉത്തരം കാണാത്തതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, അകന്ന് നിൽക്കുന്ന വാഗ്ദത്തങ്ങൾ അടുത്തു വരാൻ പോവാ. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനെന്ന് വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂതിത, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിത, വാഗ്ദത്തങ്ങളെ അകന്നു നിൽക്കുന്നുള്ളൂ. ദൈവം സമീപത്തുണ്ട്, ദൈവം ചേർന്ന് നിൽക്കുന്നുണ്ട്, ദൈവം സമീപമായി നിലകൊള്ളുന്നുണ്ട്. ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ, എൻ്റെ വാഗ്ദത്തങ്ങൾ അകന്നു നിന്നാലും എൻ്റെ ദൈവം സമീപത്തുള്ളത് കൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങൾ അടുത്തു വരും. ഇന്ന് പരിശുദ്ധാത്മാവാഴമായി ഇടപെടുന്നു. ചില വാഗ്ദത്തങ്ങൾ അകന്നിരിക്കുകയാ, ചില അനുഭവങ്ങൾ അകന്നിരിക്കുക. ആ തലത്തിൽ നിൽക്കുന്നവരുടെ ദൈവശബ്ദവിധ അടുത്തു വരും. എത്ര അകന്നു നിന്നാലും, എത്ര വിദൂരമായി നിന്നാലും അടുത്തു വരും. കാരണം കർത്താവ് സമീപത്താ, ദൈവം സമീപത്താ. ആ പ്രകാരമുള്ള ജീവിതാനുഭവത്തിൽ വാഗ്ദത്തം അടുത്തു വരും. ദൈവം അങ്ങനെ സഹായിക്കാൻ പോവാ. ഒരു നാളും കൈവിടത്തില്ല. ഈ വിഷയത്തിൽ ദൈവം കൈവിടത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ദൈവം കൈവിടത്തില്ല. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച അങ്ങയുടെ വിലയേറിയ ശബ്ദത്തിനായി സ്തോത്രം, അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ സഹായം, ദൈവത്തിൻ്റെ കരുണ ഈ ദിവസങ്ങളിൽ ജനത്തിന്മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവെ, അകന്നു നിൽക്കുന്ന വാഗ്ദത്തങ്ങൾ അടുത്തു വരുന്ന നിലയിൽ ദൈവം കാര്യങ്ങളെ തിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.